ഹലോ, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈന്തപ്പഴം പൊരിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 15 മുതൽ 20 ഈന്തപ്പഴമാണ്. അത് കുരുവെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഈന്തപ്പഴം മുക്കി പൊരിക്കാനുള്ള മാവ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മാവ് ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, മൈദ ഉപയോഗിക്കുന്നില്ല. ഒരു 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നിറത്തിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് ഒക്കെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് മധുരത്തിന് ആവശ്യമുള്ള ശർക്കരപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിൽ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. അപ്പോൾ പൊതുവെ ഈന്തപ്പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ മാവിന് ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് 1 മുതൽ 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർത്താൽ മതിയാകും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൻ എന്നെ സഹായിക്കാൻ വന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഇനി ഇത് മാവ് രൂപത്തിലാക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കുറച്ച് വെള്ളത്തിൻ്റെയും കൂടെ കുറവുള്ളതായിട്ട് തോന്നി, അതുകൊണ്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മൊത്തത്തിൽ ഇവിടെ ഒരു 3/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം വെള്ളം ചേർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ പരുവം. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടി അനുസരിച്ച് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവാം. എന്നാലും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു 6 ടേബിൾ സ്പൂൺ എണ്ണ മതിയാകും. ഇനി നമുക്ക് കുരു കളഞ്ഞു വെച്ചിട്ടുള്ള ഈന്തപ്പഴം നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോരോ ഈന്തപ്പഴങ്ങളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഈ മാവ് കൊണ്ട് നമുക്കതിനെ കോട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഈന്തപ്പഴം എല്ലാം മാവിൽ നല്ല പോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പം നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴം ഇട്ട് കൊടുക്കണം. അപ്പോൾ തീ ഒരുപാട് അങ്ങ് കൂട്ടി വെക്കരുത്, അപ്പോൾ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇത് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഇത് ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. പിന്നെ കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിരിക്കും ഇത്. ഇനി ഡേറ്റ്സ് പൊരിച്ചത് ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ യൂസ് ചെയ്യണമെങ്കിൽ അതും യൂസ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ ഒരു ഹെൽത്തിയർ വേർഷൻ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈസി ഈവനിങ് സ്നാക്ക് ആയിട്ടുള്ള ഡേറ്റ്സ് പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ അതിൻ്റെ കൂട്ടത്തിലുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചൂട് ചായയും നമ്മൾ ഇന്നുണ്ടാക്കിയ ഡേറ്റ്സ് പൊരിച്ചതും കൂടെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലൊരു അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും ബൈ.